നമ്മൾ എവിടെങ്കിലും യാത്ര പോയിട്ട് വന്നാൽ വീട് എത്താൻ വേണ്ടി കാത്തിരിക്കുമല്ലേ. വീട്ടിലെത്തിയാൽ വല്ലാത്ത സമാധാനമായിരിക്കും. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഡെയിലി റുട്ടീൻ ഒന്ന് തിരിച്ച് പിടിച്ചെടുക്കാന്ന് വെച്ചാൽ ഇച്ചിരി പാടായിരിക്കും. ഇങ്ങനത്തെ ദിവസങ്ങളിൽ ഞാൻ മീൽ പ്ലാനിങ്, ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ് ട്രൈ ആക്കുക. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലി സാമ്പാറും, ലഞ്ചിന് ദാൽ ചാവൽ, ബീഫ് ഫ്രൈ, പിന്നെ ഒരു തോരന് വെക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ട് തലേന്ന് തന്നെ വന്ന ഉടനെ ഞാൻ ഇഡ്ലിക്കുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കി വെച്ച്. ഈ ഇഡ്ലി ദോശ ബാറ്ററിന്റെ പ്രിപ്പറേഷൻ എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവർക്ക് താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. രാവിലെ എണീറ്റിട്ടുണ്ടെ ആദ്യം തന്നെ ഞാൻ സാമ്പാറിനും ദാലിനുള്ള പരിപ്പ് ഒന്ന് വേവിച്ചെടുത്ത് ഞാൻ കുറച്ചധികം പെട്ടെന്ന് ആക്കാൻ വേണ്ടി പരിപ്പ് ഒന്ന് 10-15 മിനിറ്റ് അടച്ചു വെച്ചൊരു ചൂടുവെള്ളത്തിൽ വെച്ചു. അപ്പോൾ പെട്ടെന്ന് കുക്കറിൽ വെന്ത് കിട്ടും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തും ചെയ്യാട്ടോ. തലേന്ന് വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ കടല, പരിപ്പ്, പയറക്കല് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ കാസറോൾ വെച്ചാൽ പെട്ടെന്ന് അത് കുക്ക് ചെയ്യാനുള്ള പരുവത്തിലായി കാണും. പിന്നെ ഫ്രിഡ്ജിൽ എന്താ വെജിറ്റബിൾസ് അല്ല അതെല്ലാം കൂടി എടുത്ത് മിക്സ് ചെയ്ത് ചോപ്പ് ചെയ്തിട്ടാണ് ഒരു തോരനാക്കിയത്. തലേന്ന് രാത്രി ഞാൻ ബീഫ് റോസ്റ്റ് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചധികം വെച്ചു. അതായത് നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്ക് അത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ എന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നാവും. പിന്നെ സാമ്പാറിനും ദാലിനും ഉള്ള ആ ഒരു പരിപ്പ് ഞാൻ ഒരുമിച്ച് വേവിച്ചെടുത്തു കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ രാവിലത്തെ ഇഡ്ഡലിക്ക് ഞാൻ ഉള്ളി സാമ്പാറായിരുന്നു പ്ലാൻ ചെയ്തത്. ഉള്ളി സാമ്പാർ ശരിക്കും ചെറിയുള്ളി വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവള വെച്ചിട്ടായിരുന്നു ചെയ്തത്. ബേസിക് താളിക്കലല്ല, അതെല്ലാം താളിച്ചിട്ട് അതിന് മുകളിൽ സവോള ഇട്ടു, തക്കാളി ഇട്ടു. പിന്നെ നമ്മൾ നേരത്തെ വെച്ച ആ ഒരു പരിപ്പല്ലേ, അതിനൊന്ന് 3-4 ആ ഒരു സ്പൂൺ, വലിയ സ്പൂൺ 3-4 സ്പൂൺ പരിപ്പ് ഇതിൽ ഒഴിച്ചു കൊടുത്തു. ബാക്കി പരിപ്പ് ഉച്ചക്കത്തെ ദാലിനും വെച്ചു. എന്നിട്ട് സൈഡിൽ ഞാൻ ചമ്മന്തിക്കുള്ള പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട്. ചമ്മന്തിക്കും വെരി സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ആ വൈറ്റ് ചമ്മന്തി അല്ലേ, അതാണ് ചെയ്തത്. അതും പിന്നെ താളിച്ചെടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവങ്ങൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. സൈഡ് ബൈ സൈഡ് ഒരു ബർണറിൽ ഞാൻ ചോറും തളിപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ശരിക്കും പറഞ്ഞാൽ രാവിലെ എണീറ്റപ്പം ഇഡ്ലിയുടെ ഉള്ള ആ ഒരു ബാറ്ററല്ലേ എനിക്ക് അത്ര പൊന്തി വന്നിട്ട് തോന്നിയില്ല കേട്ടോ. പക്ഷേ എനിക്കെന്താ അറിയില്ല, എനിക്ക് ഈ ഇഡ്ലിയെ ഈ ദോശ ബാറ്ററല്ലേ അതൊന്നും അത്ര ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് ചെയ്തപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ലി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ദോശ ഇടയ്ക്കിടയ്ക്ക് ചെയ്താലും ഇഡ്ലി അത്ര ഒന്നും ആക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ ഇഡ്ലി നല്ല സോഫ്റ്റ് ഇഡ്ലി ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇഡ്ലി വേണമെങ്കിൽ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് റെസിപ്പി. ഒന്ന് അത് നോക്കിയിട്ട് അതുപോലെ ചെയ്ത് നോക്കട്ടെ. വെരി സിമ്പിളാണ്, ഹെൽത്തി ആണല്ലോ നമ്മൾ ഇങ്ങനെ കഴിക്കുന്നത്. തോരനൊന്നും ഒരു മസാലയും ചേർത്തിട്ടല്ല വെച്ചത്. ജസ്റ്റ് ഒന്ന് കടുക് താളിച്ചിട്ട് മഞ്ഞളും ഉപ്പും ഇട്ടു. ദാലിലും ഒന്നും ചേർത്തിട്ടില്ല. കടുക് താളിച്ചിട്ട് ബേസിക് ഒരു താളിക്കല്ലേ, അത് താളിച്ചിട്ട് ദാല് നമ്മൾ നേരത്തെ വേവിച്ചതല്ല അതൊന്ന് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു ഗീ ഇട്ടിട്ട് കുറച്ച് കൊറിയാൻഡർ ലീവ്സ് ഇട്ടു. ഹോപ്പ് യു ലൈക്ക് ദിസ് വ്ലോഗ്. ഇതുപോലെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഡേ സ്പെൻഡ് ചെയ്യാനും പറ്റും. നമുക്ക് ഫ്രീ ആയിട്ട് കുറേ സമയവും കിട്ടും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് എൻ്റെ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്.